ഇപ്പോൾ നോഡ് അനാലിസിസ് മറ്റൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ക്ലാസ് എടുത്തേക്കുമ്പോൾ ഞാൻ വരച്ചിരിക്കുന്നതിനകത്ത് ഫിഗറിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. 80 വോൾട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് 10 ഓം ആണ്. അപ്പോൾ ക്ലാസ്സിനകത്ത് അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നോഡ് അനാലിസിസിനെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് കറന്റ് ഇൻ ദി സീരീസ് ബ്രാഞ്ചസ് ഓഫ് ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ബൈ നോഡൽ അനാലിസിസ്. ഫിഗർ തന്നിട്ടുണ്ട്. ഇത് നോഡ് അനാലിസിസ് വെച്ചിട്ട് ഓരോ ബ്രാഞ്ചിൽ കൂടെ പോകുന്നത് കറണ്ടിനെ അനലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കണം. നമുക്ക് റെഫറൻസ് നോഡ് കൺസിഡർ ചെയ്യാം. കൂടുതൽ കമ്പോണൻസ് കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റാണ് നമ്മൾ റെഫറൻസ് നോഡായിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ റെഫറൻസ് നോഡായിട്ട് എടുക്കും. ഫിഗർ ഇതായിരിക്കും. പ്രോബ്ലം പരീക്ഷയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഫിഗർ നോഡ് വരച്ചിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്താൽ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇത് നമ്മൾ റെഫറൻസ് നോഡാണ്. അവിടുത്തെ വോൾട്ടേജ് അല്ലെങ്കിൽ ഇവിടെ വി റെഫറൻസ് ഈക്വൽ ടു 0 ആയിട്ട് റെഫറൻസ് നോഡിലെ വോൾട്ടേജ് 0 ആയിട്ട്. പിന്നെ നമ്മൾ നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നോഡാണുള്ളത്. ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്. ഫസ്റ്റ് നോഡിലെ വോൾട്ടേജ് V1, സെക്കൻഡ് നോഡിലെ വോൾട്ടേജ് V2. ഇനി അടുത്ത നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് കറണ്ട് എല്ലാം ലീവ് ചെയ്യുന്നത്, എല്ലാ നോഡിലും കറണ്ട് ലീവ് ചെയ്യുന്നതെല്ലാം അസ്യൂം ചെയ്യുന്നത്. ഇവിടുത്തെ കറണ്ട് I1, I2, I3. സിമിലർലി സെക്കൻഡ് നോഡിൽ കറണ്ട് ലീവ് ചെയ്യുന്നത് I4, I5, I6. ഇപ്പോൾ രണ്ട് നോഡ് കൺസിഡർ ചെയ്തു. അവിടെ നിന്ന് എല്ലാം നമ്മൾ ലീവ് ചെയ്യുന്നിട്ട് അസംഷൻ നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ റെഫറൻസ് നോഡിൻ്റെ വോൾട്ടേജ് 0 ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ നോഡ് അനാലിസിസിൽ KCL അപ്ലൈ ചെയ്യുന്നത്. നോഡ് 1 നമുക്ക് ഇക്വേഷൻ എഴുതാം. നോഡ് 1 ബൈ അപ്ലൈയിങ് KCL പറയുന്നത് വെച്ചാൽ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0. നോഡ് 1 കറണ്ട് I1, I2, I3 ആണ്. സോ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. ആൾജിബ്രൈക് സം ഓഫ് കറണ്ട് at junction or node equal to 0. So I1 plus I2 plus I3 equal to 0. Okay. Next I1 equation number V is equal to IR. I is equal to V by R. So I1 number V1 is 100 volt. So V1 minus ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് തന്നെയാണ്. സോ പ്ലസ് 100 വരും. സോ നമുക്ക് V1 minus 100 divided by through 20 ohm resistor 20 പ്ലസ് I2 എന്ന് പറയുന്നത് V1 നിന്ന് V റെഫറൻസിലേക്കാണ് പോകുന്നത്. സോ V1 മൈനസ് V റെഫറൻസ് ഡിവൈഡഡ് ബൈ 10 ഓം കൂടെയാണ്. സോ 10 പ്ലസ് I3 V1 ൽ നിന്ന് V2ലേക്ക്. സോ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ ത്രൂ 15 ഓം റെസിസ്റ്റർ 15 ഈക്വൽ ടു 0. നമ്മൾ അറേഞ്ച് ചെയ്തുക. V1 ബൈ 20 മൈനസ് 100 ബൈ 20 പ്ലസ് V1 by 10. V reference 0 ആണ്, അത് നമുക്ക് എഴുതണ്ട. പ്ലസ് V1 by 15 മൈനസ് V2 by 15 ഈക്വൽ ടു 0. V1 ന്റെ ടൈമിൽ അടുത്തടുത്ത് എഴുതുക. V1 by 20 പ്ലസ് V1 by 10 പ്ലസ് V1 by 15 മൈനസ് V2 by 15 ഈക്വൽ ടു 100 by 20 ഈക്വൽ ടു നമ്മളത്തേക്ക് നോക്കുന്നു. സോ പ്ലസ് 100 by 20 നമ്മുടെ നമുക്ക് 5 എന്ന് വരും. ഓക്കെ, അതാണ് നോഡ് ഫസ്റ്റ് നോഡിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇത് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. V1 ന്റെ ടൈമിൽ അടുത്തടുത്ത് എഴുതി. സോ V1 by 20 പ്ലസ് V1 by 10 പ്ലസ് V1 by 50 മൈനസ് V2 by 50. ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13 by V1 13 V1 by 60 മൈനസ് V2 by 15 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ത്രൂ ഔട്ട് ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ പോകാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈയിങ് ബൈ 60. ഇവിടെ 13 V1 വരും മൈനസ് 4 V2 മൈനസ് 4 V2 16 15 മറ്റേ 4 V2 ഈക്വൽ ടു ഇവിടെ 16 × 5 വരുന്നുണ്ട്. സോ അവിടെ 300 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. 13 V1 മൈനസ് 4 V2 ഈക്വൽ ടു 300. ഫസ്റ്റ് നോഡിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ചെയ്ത് കറണ്ട്. ആ നോഡിലെ കറണ്ടിൻ്റെ സമ്മതി ഇക്വേഷൻ വോൾട്ടേജ് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോൾട്ടേജ് പ്ലസ് V1 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് 100 ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ V1 മൈനസ് പ്ലസ് ആണ്. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ആണ് വരുന്നെങ്കിൽ മൈനസ് വരും. അത് നമുക്ക് അടുത്ത് നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാവും.
അടുത്ത നോഡ് 2 നോക്കാം. നോഡ് 2 നോഡ് 2 by applying KCL, current I4, I5, I6. I4 plus I5 plus I6 equal to 0. I4 എന്ന് പറയുന്നത് I4 V2 നിന്ന് V1 ലേക്ക്. So V2 minus V1 divided by 15 plus I5 V2 നിന്ന് V reference ലേക്ക്. So V2 minus V reference divided by 10 plus I6. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. I6 എന്ന് പറഞ്ഞാൽ V2 minus I6 V2 minus 8 volt ആണ്. 80 volt ആണ്. So അവിടുത്തെ സപ്ലൈ വോൾട്ടേജ് വന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ്. സോ അവിടെ മൈനസ്. അപ്പോൾ V1 V2 minus 80 divided by 100 equal to 0. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് വരുന്ന കേസിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ 2 വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. പ്ലസ് വരുന്ന കേസാണ്. നമ്മളടുത്ത് ഈ പ്ലസ് വരുന്നുണ്ട്. അവിടെ അതുകൊണ്ടാണ് നമ്മൾ V1 മൈനസ് ആണെന്ന് എഴുതിയത്. ഇവിടെ മൈനസ്, ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് ആണ്. സോ V2 minus 80 നെഗറ്റീവ് ആണ്. -80. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്താകുമ്പോൾ V2 by 15 minus V1 by 15 plus V2 by 10. V reference 0 ആണ്. So V2 by 10 plus V2 by 100. E minus on plus ആണ്. So plus 80 by 100 equal to 0. V1 ന്റെ ടൈം ഫസ്റ്റ് എഴുതുക. minus V1 by 15 plus V2 by 15 plus V2 by 10 plus V2 by 100 equal to minus 80 by 100. Okay, so ഇവിടെ minus V1 by 15 പിന്നെ V2 ന്റെ ടൈംസ് ആയിട്ട് V2 by 15 V2 by 10 V2 by 10 minus 80 by 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് minus 8. Okay, minus 8 10 ohm ആണ്. 10 ohm. Okay, 10 ohm. നമുക്ക് V2 ന്റെ ടൈമിനെ കോമൺ ആയിട്ടുണ്ട്. അതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/15 സോ അറേഞ്ച് ചെയ്യും. minus V1 by 15 plus 4/15 V2 equal to minus 8. V1 by 15 plus 4/15 V2 is equal to minus 8. Road 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈയിങ് ബൈ 15 root 15 കൊണ്ട് ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യും. minus V1 plus 4V2 equal to minus 8 into 50. So minus 120. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, നോഡിന്റെ രണ്ട് ഇക്വേഷൻ. ഓക്കെ ഉണ്ടോ? രണ്ട് ഇക്വേഷൻസ് എടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇത് ഇക്വേഷൻ കാൽക്കുലേറ്ററിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് V1 V2 വാല്യൂ കണ്ടുപിടിക്കാം. ഓൾറെഡി നമ്മൾ രണ്ട് പ്രോബ്ലംസ് നോക്കിയതാണ്. രണ്ടാമത് നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഉണ്ട്. മെട്രിക്സ് മെത്തേഡ് വെച്ച് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് രണ്ടും കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് V1 V2 വാല്യൂസ് കിട്ടും. രണ്ടാമത് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ എഴുതുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് നോഡ് 1ന്റെയും നോഡ് 2ന്റെയും ഇക്വേഷൻസ് നോക്കാം. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സ് എഴുതുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ എഴുതുമ്പോൾ V1 V2 ഇത്രയും ആ ഒരു ഓർഡറിലാണ് എഴുതുന്നത്. V1ന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഇക്വേഷൻ്റെ മെട്രിക്സ് എഴുതാം. 13 minus 4 ഇവിടെ minus 1 4 into V1 V2 equal to 300 and minus 120. അതാണ് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, അത് ഇതെന്ന് പറയുന്നത് G11 G12 G21 G22
into V1 V2 equal to I1 I2. ഇതൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് ആണ് നമ്മളെ നോൺ മെട്രിക്സ് ആണ്. ഇനി ഇതിന് നമ്മൾ V1ന്റെ V2ന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ V1ന്റെ V2ന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ് വെച്ചിട്ടാണ്. ഓക്കെ, V1 എന്ന് പറയുന്നത് V1 equal to delta 1 by delta V2 equal to delta 2 by delta. ഇനി എന്താണ് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്, ഡിറ്റർമിനന്റ് ഓഫ് 13 minus 4 minus 1 4. then the ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ 13 into 4 minus 4 into minus 1. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് -40. സോ അതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഡെൽറ്റ 1 ഡെൽറ്റ 2 ഉണ്ട്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48. ഇത് വാല്യൂ 48 ആണ്. ഇത് വാല്യൂ 48 ആണ്. ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ഈ ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്തിട്ട് I1 I2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 100 minus 120. സെക്കൻഡ് കോളം സെയിം തന്നെയാണ് -4. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ 1. സോ 100 into 4 minus 4 into minus 1. Okay, 100 into 4 minus 4 into minus 120. 720 answer. 7. Similarly, delta 2 ഈ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യും. ഫസ്റ്റ് കോളം സെയിം തന്നെ 13 minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് കോളത്തെ റീപ്ലേസ് ചെയ്ത് I1 ആയി വെക്കും. അത് -4 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് 300 minus 120 300 minus 120. 13 into minus 120 minus 1 into 300. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -1 -1.60. നമുക്ക് ഇപ്പോൾ ഡെൽറ്റ 1 ആയി ഡെൽറ്റ 2 ആയി V1 എന്ന് പറയുന്നത് ഡെൽറ്റ 1 by ഡെൽറ്റ. V1 equal to ഡെൽറ്റ 1 is equal to 720 divided by ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ 48. 720 divided by 48 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 15 വോൾട്ട് ഉണ്ട്. 15 വോൾട്ട്. V2 എന്ന് പറയുന്നത് ഡെൽറ്റ 2 by ഡെൽറ്റ ആണ്. ഡെൽറ്റ 2 minus 126 divided by delta 48. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് -26.25. ഓക്കെ, സോ നമ്മൾ ഡെൽറ്റ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് V1ന്റെ V2ന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി കറന്റ്സ് ഇൻ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ദി സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുന്നത്. അതായത് ദാറ്റ് ഈസ് കറണ്ട് ത്രൂ 10 ohm, കറണ്ട് ത്രൂ 10 ohm, കറണ്ട് ത്രൂ 15 ohm, കറണ്ട് ത്രൂ this. ഓക്കെ, സിമിലർലി നമുക്ക് എല്ലാ ബ്രാഞ്ചസിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി തന്നെ അറിയാം. സോ നമുക്ക് I1 I2 I3 കണ്ടുപിടിക്കട്ടെ. വേണ്ടത് V1ന്റെ V2ന്റെ വാല്യൂസ് ആണ്. ഓക്കെ, നമുക്ക് I1 നോക്കാം. I1 ഇക്വേഷൻ നോക്കാം. I1 equal to 20 V1 minus 100 by 20 ആണ്. V1 ന്റെ വാല്യൂ എത്രയാണ്? V1 15 minus 100 by 20. 15 minus 100 by 20. ഇതാണ് നമ്മുടെ I1 ന്റെ വാല്യൂ. അത് നമുക്ക് കിട്ടുന്നത് -4.25 ആംപിയർ. അപ്പോൾ -4.25 ആംപിയർ. നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ അസൈൻ ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ചിലർക്ക് 4.25 ചിലർക്ക് മൈനസ് നെഗറ്റീവ് സൈൻ അതിന്റെ ഡയറക്ഷൻ ആണ്. Okay, next one I2 equal to V1 minus 0 by 10. So V1 by 10. V1 15 by 10 equal to 1.5 ampere. 1.5 ampere. I2. I3. Next one is I3.
I3 is equal to I3. This is I3. V1 minus V2. Okay. V1 minus V2 divided by 15. Value of V1 is 15 minus value of V2 is minus 26.25 divided by 15. So we got 15 plus 26.25 divided by 15, that is equal to 2.75. 2.75. 2.75. Next one, I3 and I4 are similar. These values are same. Current I3 and I4 are going through same resistance, so same kind of this value will be same. Next one is we go for I5. I5 is equal to V2 minus V reference, that is V2 minus 0 by 10. So V2 by 10 is equal to V2 minus 26.25 divided by 10 is equal to minus 2.625 ampere. Next one is I6. I6 equal to V2 minus 80, because this portion is negative, minus 80 divided by 10. So V2 plus V2 means minus 26.25 plus 80 divided by 10, which is equal to 5.375. 5.375. Okay. This is the final answer. So we have to find out the old currents in various branches. So in last step we have to write down as the current through 20 ohm resistor I1 equal to this minus 4.5, and current through 10 ohm, that is I2 equal to. So you have to mention these various branches. Okay.